പ്രിയമുള്ളവരെ, ചാനൽ എസിലേക്ക് സ്വാഗതം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ചരിത്രത്തെ 5 ഭാഗങ്ങളായിട്ട് തരംതിരിച്ചുകൊണ്ട് ചർച്ച ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ അതിന്റെ ആദ്യത്തെ ഭാഗം എടുത്തുകൊണ്ട് നമുക്കിന്ന് ചർച്ച ആരംഭിക്കാം. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുമ്പോൾ 1600 മുതൽ 1765 വരെയുള്ള കാലഘട്ടമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 1600-ൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുകയും അതിനെ തുടർന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള ബ്രിട്ടീഷ് വ്യാപാരികൾ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയുടെ പല ഭാഗത്തും വാണിജ്യ സ്ഥാപനങ്ങളും ഫാക്ടറികളും സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായപ്പോൾ ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങി ഇന്ത്യയുടെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും അവർ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ 1600 മുതൽ 1765 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. 1757 നടന്ന പ്ലാസി യുദ്ധം. 1757 ജൂൺ 23-ാം തീയതി ബംഗാളിലെ പലാശി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ വെച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാൾ നവാബും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഈ പലാശി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഹുഗ്ലി നദിയുടെ തീരത്താണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ പലാശി എങ്ങനെ പ്ലാസി ആയത് എന്ന് ചിന്തിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ഈ പലാശിയെ പ്ലാസി എന്നാണ് ഉച്ചരിച്ചത്. അതുകൊണ്ടാണ് പലാശി യുദ്ധം പിന്നീട് പ്ലാസി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ ഈ 1757-ലെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നയിച്ചത് ബ്രിട്ടീഷുകാരനായിട്ടുള്ള റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അതുപോലെ തന്നെ ബംഗാളിനെ നയിച്ചത് അന്നത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജുൽ ദൗളയും ആയിരുന്നു. നമ്മൾ ഇന്ന് കാണും പോലെ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ഈ ഒരു യുദ്ധമായിരുന്നില്ല കേട്ടോ പ്ലാസി യുദ്ധം എന്നത്. അത് കേവലം 11 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഒരു യുദ്ധമായിരുന്നു. ഈ 11 മണിക്കൂറിനുള്ളിൽ തന്നെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം സിറാജുൽ ദൗളയെ പരാജയപ്പെടുത്തുകയും കൽക്കട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് പ്ലാസി യുദ്ധം പെട്ടെന്നുണ്ടാകാനുള്ള കാരണം എന്താണ് എന്നതാണ്. അതിലേക്കൊന്ന് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കൽക്കത്തയിലെ വില്യം ഫോർട്ട് 1696-ൽ പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. പിന്നീട് 1756 ജൂൺ 20-ാം തീയതി ഈ വില്യം ഫോർട്ട് അന്നത്തെ ബംഗാൾ നവാബായിരുന്ന സിറാജുൽ ദൗള ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും 146ഓളം ആൾക്കാരെ തടവുകാരായിട്ട് പിടിക്കുകയും ചെയ്തു. ഈ 146 തടവുകാരെ സിറാജുൽ ദൗള ഒരു ഇടുങ്ങിയ റൂമിലാണ് കൊണ്ടുചെന്ന് പാർപ്പിച്ചത്. അങ്ങനെ അതിൽ കിടന്ന് ശ്വാസം മുട്ടിയും മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ മൂലവും 146 പേരിൽ 123 പേരും മരിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജുൽ ദൗളയ്ക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നതും അങ്ങനെ പ്ലാസി യുദ്ധം നടക്കുന്നതും. ഇങ്ങനെ ഈ വില്യം ഫോർട്ട് പിടിച്ചെടുക്കുകയും 146 ആൾക്കാരെ തടവുകാരായിട്ട് വെക്കുകയും ചെയ്ത ഈ ഒരു സംഭവം അറിയപ്പെടുന്നത് തന്നെ ബ്ലാക്ക് ഹോൾ ഓഫ് കൽക്കട്ട അല്ലെങ്കിൽ കൽക്കട്ടയിലെ ഇരുട്ടറ ദുരന്തം എന്ന പേരിലാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ പ്ലാസി യുദ്ധത്തിൽ സിറാജുൽ ദൗള പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. 1757 ജൂൺ 23-ാം തീയതി നടന്ന പ്ലാസി യുദ്ധത്തിൽ അവിടുത്തെ നവാബായിരുന്ന സിറാജുൽ ദൗള പരാജയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ വിശ്വസ്തനും അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫുമായിരുന്ന മിർ ജാഫർ യുദ്ധത്തിനിടയിൽ കൂറുമാറി ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നതാണ്. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മിർ ജാഫറിന് ബ്രിട്ടീഷുകാർ കോഴ വാഗ്ദാനം ചെയ്തുകൊണ്ട് സിറാജുൽ ദൗളയെ തോൽപ്പിക്കുകയാണെങ്കിൽ അടുത്ത നവാബായിട്ട് മിർ ജാഫറിനെ വാഴിക്കാമെന്ന് ബ്രിട്ടീഷുകാർ പറയുകയും അതിനെ തുടർന്നുകൊണ്ട് മിർ ജാഫർ യുദ്ധത്തിനിടയിൽ സിറാജുൽ ദൗളയെ ചതിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരോടൊപ്പം ചേരുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് സിറാജുൽ ദൗള ബ്രിട്ടീഷുകാരോട് പരാജയപ്പെടുന്നത്. അതോടൊപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 1757-ലെ പ്ലാസി യുദ്ധത്തിൽ സിറാജുൽ ദൗള ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടതോടുകൂടി ബംഗാളിലെ അവസാനത്തെ സ്വതന്ത്ര നവാബായിട്ട് സിറാജുൽ ദൗള മാറി എന്നുള്ളതാണ്. അതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1757 പ്ലാസി യുദ്ധം നടക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെ യൂറോപ്പിൽ സപ്തവത്സര യുദ്ധം നടക്കുകയായിരുന്നു. 1756 മുതൽ 1763 വരെയാണ് ഈ സപ്തവത്സര യുദ്ധം നടന്നത്. ഇതും കൂടി നമ്മൾ
ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഇതാണ് ഈ പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങൾ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 1764 ബക്സർ യുദ്ധത്തെ കുറിച്ചാണ്. ഈ ബക്സർ യുദ്ധത്തെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ വീണ്ടും കാണും വരയ്ക്കും. ബൈ ബൈ.